Oxidation state of D block elements and formation of colored compounds. What do we mean by oxidation state? Oxidation state or oxidation number of an atom in a molecule is defined as the formal charge assigned on the atom if all the bonds in the substance are considered to be ionic. ഒരു സബ്സ്റ്റൻസിലെ എല്ലാ ബോണ്ടുകളും അയണിക് ബോണ്ട് ആണ് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ ഒരു ആറ്റത്തിന് അനുഭവപ്പെടുന്ന ഫോർമൽ ചാർജിനെയാണ് ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെ പറ്റിയാണ്. ആദ്യമായി നമുക്ക് ഫെറസ് ക്ലോറൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിലെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. അയൺ എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ മെറ്റലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Fe ബിലോങ്സ് ടു 3D സീരീസ്. ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഫെറസ് ക്ലോറൈഡിലെ ക്ലോറിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഇവിടെ നമുക്ക് അറിയത്തില്ലാത്തത് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. The sum of the oxidation states of constituent atoms in a molecule is always 0. ഒരു മോളിക്യൂളിലെ കോൺസ്റ്റുവൻ്റ് ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ തുക എപ്പോഴും 0 ആയിരിക്കും. ഇവിടെ നമ്മൾ എടുക്കുന്ന മോളിക്യൂൾ FeCl2 ആണ്. അതിലെ കോൺസ്റ്റുവൻ്റ് അയണുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ തുക 0 ആയിരിക്കും. നമുക്ക് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ X എന്ന് എടുക്കാം. Let X be the oxidation state of ion in FeCl2. Then we can write X plus -1 into 2 equal to 0. ഇവിടെ -1 എന്ന് എഴുതിയിരിക്കുന്നത് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഈ X plus -1 into 2 equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. Feയുടെ FeCl2വിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. FeCl2വിൽ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X ഈക്വൽ ടു +2. അതായത് FeCl2വിൽ Fe2+ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് ഫെറിക് ക്ലോറൈഡിലെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫെറിക് ക്ലോറൈഡ് FeCl3. ഇതേ മെത്തേഡ് വെച്ച് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് +3 എന്നായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഫെറസ് ക്ലോറൈഡ്, ഫെറിക് ക്ലോറൈഡ് എന്നീ രണ്ട് കോമ്പൗണ്ടുകളിലെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കമ്പയർ ചെയ്യാം. ഫെറസ് ക്ലോറൈഡിൽ അത് +2 ആണ് അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്ക് അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 എന്നുള്ളത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അത് Fe2+ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ 2+ എന്ന് പറയുന്നത് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. Fe എന്ന് പറയുന്ന സിമ്പലിൻ്റെ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടാണ് 2+ എഴുതുന്നത്. ഇനി ഫെറിക് ക്ലോറൈഡ് നോക്കാം. ഫെറിക് ക്ലോറൈഡിൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഫെറിക് ക്ലോറൈഡിലെ ഫെറിക് ക്ലോറൈഡിലെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Fe3+ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. 3+ എന്നത് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. അടുത്തത് നമുക്ക് പീരിയോഡിക് ടേബിളിലെ Feയുടെ പൊസിഷൻ നോക്കാം. അയണിനെ നമ്മൾ Fe എന്ന് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് 4th പീരീഡിലാണ് ഉള്ളത്. 3D സീരീസിലെ 6th എലമെൻ്റ് ആണ്. അതിൻ്റെ ആറ്റോമിക് നമ്പർ 26 ആണ്. ഇനി നമുക്ക് Feയുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് എന്ന് നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. ഇതാണ് Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ D ബ്ലോക്ക് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എന്ന് പറയുന്നത് ഒരു S സബ്ഷെൽ ആയിരിക്കും. ഇവിടെ നമ്മൾ അയൺ എന്ന് പറയുന്നത് 3D സീരീസിൽ പെടുന്ന ഒരു എലമെൻ്റ് ആണ്. അതുകൊണ്ട് അയണിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എന്ന് പറയുന്നത് 4s സബ്ഷെല്ലാണ്. ഇനി അയണിൻ്റെ പെനൾട്ടിമേറ്റ് സബ്ഷെൽ ഏതായിരിക്കും? അത് 3D സബ്ഷെല്ലാണ്. പെനൾട്ടിമേറ്റ് സബ്ഷെൽ എന്ന് പറയുന്നത്
ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുമ്പിലുള്ള ഷെല്ലിനെയാണ് നമ്മൾ പെനൾട്ടിമേറ്റ് ഷെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പെനൾട്ടിമേറ്റ് ഷെല്ലെന്ന് പറയുന്നത്, പെനൾട്ടിമേറ്റ് സബ്ഷെൽ എന്ന് പറയുന്നത് 3D ആണ്. നമുക്ക് ഇവിടെ 3D സീരീസ് എടുത്തു കഴിഞ്ഞാൽ 3D സീരീസിലെ എലമെൻസിൽ 3D ഇലക്ട്രോൺസിനും 4s ഇലക്ട്രോൺസിനും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയോ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുകയോ വഴിയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ 3D സീരീസിലുള്ള ഒരു എലമെൻറ്റ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം 4s സബ്ഷെല്ലിൽ നിന്നോ 3D സബ്ഷെല്ലിൽ നിന്നോ അതിന് ഇലക്ട്രോണുകളെ നഷ്ടപ്പെട്ടു എന്നാണ്. ഇലക്ട്രോൺസ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് 4s സബ്ഷെല്ലിൽ നിന്നായിരിക്കും. 4s സബ്ഷെല്ലിലെ എല്ലാ ഇലക്ട്രോണുകളും നഷ്ടപ്പെടുത്തിയതിനു ശേഷം മാത്രമേ 3D സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ രാസപ്രവർത്തനത്തിൽ അഥവാ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുകയുള്ളൂ. ഇനി നമുക്ക് FeCl2 എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കാം. FeCl2 ഫോം ചെയ്യുന്നതിന് മുമ്പ് Feയുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. ഇതാണ് Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി FeCl2വിലെ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 2+. Fe 2+ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. Fe 2+ ആകണമെങ്കിൽ അതിന് 4s സബ്ഷെല്ലിൽ നിന്നും 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടണം. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടുന്നത്. ഇവിടെ Fe 2+ ആകുമ്പോൾ 4s സബ്ഷെല്ലിൽ നിന്നും 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്ക് Fe 2+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതാൻ സാധിക്കും. 1s2, 2s2, 2p6, 3s2, 3p6, 3d6. Feയും Fe 2+ഉം തമ്മിലുള്ള വ്യത്യാസം 4s സബ്ഷെല്ലിലെ 2 ഇലക്ട്രോണുകൾ Fe 2+ൽ ഇല്ല എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് FeCl3. ഇതിൽ അയൺ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എന്ന് നമുക്ക് അറിയാം. 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരണമെങ്കിൽ അയണിന് 3 ഇലക്ട്രോണുകളാണ് നഷ്ടപ്പെടുന്നത്. Fe changes to Fe3+ by losing 3 electrons. ആ 3 ഇലക്ട്രോണുകൾ എവിടെ നിന്നായിരിക്കും നഷ്ടപ്പെടുക? നമ്മൾ കണ്ടു കഴിഞ്ഞു 4s സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ 3D സബ്ഷെല്ലിൽ നിന്നും ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത് 4s സബ്ഷെല്ലിൽ നിന്നായിരിക്കും. മൂന്നാമത്തെ 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് 3D സബ്ഷെല്ലിൽ നിന്നും ആയിരിക്കും. അപ്പോൾ Fe3+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? അത് 1s2, 2s2, 2p6, 3s2, 3p6, 3d5 എന്നായിരിക്കും. അതായത് ഇവിടെ 4s സബ്ഷെല്ലിൽ നിന്നും 2 ഇലക്ട്രോണുകളും 3D സബ്ഷെല്ലിൽ നിന്നും 1 ഇലക്ട്രോണും നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ Fe3+ ഫോം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് 4s സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളും 3D സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? നമ്മൾ P ബ്ലോക്ക് എലമെൻസും S ബ്ലോക്ക് എലമെൻസും എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. S ബ്ലോക്ക് എലമെൻസിലും P ബ്ലോക്ക് എലമെൻസിലും വാലൻസ് ഷെൽ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുള്ളൂ. എന്നാൽ D ബ്ലോക്ക് എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലും പെനൾട്ടിമേറ്റ് ഷെല്ലും ഇലക്ട്രോണുകൾ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് കാരണം ഔട്ടർ മോസ്റ്റ് S സബ്ഷെല്ലും പെനൾട്ടിമേറ്റ് D സബ്ഷെല്ലും തമ്മിൽ വളരെ ചെറിയ ഒരു എനർജി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. For D block elements, the energy difference between the outermost S subshell and the penultimate D subshell is very small. As a result, under suitable conditions, both S electrons and D electrons can participate in chemical reactions. Therefore,
ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ക്യാൻ എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെല്ലും പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ ചെറുതായിരിക്കുന്നത്. ഈ എനർജി ഡിഫറൻസ് വളരെ ചെറുതായിരിക്കുന്നത് കൊണ്ട് എസ് ഇലക്ട്രോണുകൾക്കും ഡി ഇലക്ട്രോണുകൾക്കും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയും അതുവഴി അവ വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുകയും ചെയ്യുന്നു. ഇത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാംഗനീസ് എന്ന ട്രാൻസിഷൻ മെറ്റൽ കാണിക്കുന്ന വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ്. ഇവിടെ നമുക്ക് മാംഗനീസിൻ്റെ വിവിധ കോമ്പൗണ്ടുകൾ കാണാൻ സാധിക്കും. മാംഗനീസിൻ്റെ ആറ്റോമിക് നമ്പർ 25 ആണ്. അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s2 എന്നതാണ്. അതായത് അതിൻ്റെ ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലായ 4s സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും പെനൾട്ടിമേറ്റ് ഷെല്ലായ 3d സബ്ഷെല്ലിൽ 5 ഇലക്ട്രോണുകളും ഉണ്ട്. ഇനി നമ്മൾ MnCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിലെ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ക്ലോറിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അത് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 എന്ന് കിട്ടുന്നു. അതായത് MnCl2 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. ഇനി നമുക്ക് Mn+2 എന്ന് പറയുന്ന മാംഗനീസിൻ്റെ അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. Mn+2 ആകുമ്പോൾ അതിന് 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്നു. ഏത് സബ്ഷെല്ലിൽ നിന്നുമായിരിക്കും ആ 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുക? ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലായ 4s സബ്ഷെല്ലിൽ നിന്നുമായിരിക്കും ആ 2 ഇലക്ട്രോണുകളും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് Mn+2ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 3d5 എന്നായിരിക്കും. അടുത്തതായി നമുക്ക് MnO2 എന്ന് പറയുന്ന മാംഗനീസിൻ്റെ ഒരു കോമ്പൗണ്ട് പരിചയപ്പെടാം. ഈ കോമ്പൗണ്ടിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 എന്ന് കിട്ടുന്നു. ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. Mn+4 എന്ന അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 1s2, 2s2, 2p6, 3s2, 3p6, 3d3 എന്ന് കിട്ടുന്നു. അതായത് Mn+4 എന്ന അയൺ ഫോം ചെയ്ത് കഴിയുമ്പോൾ 4s സബ്ഷെല്ലിൽ നിന്നും 2 ഇലക്ട്രോണുകളും 3d സബ്ഷെല്ലിൽ നിന്നും 2 ഇലക്ട്രോണുകളും നഷ്ടപ്പെടുന്നു. റിസൾട്ടൻ്റ് Mn+4 അയണിന് 3d സബ്ഷെല്ലിൽ 3 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. അടുത്തതായി നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ടാണ് Mn2O3. Mn2O3 എന്ന കോമ്പൗണ്ടിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. Mn2O3യിലെ Mn+3 അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ 1s2, 2s2, 2p6, 3s2, 3p6, 3d4 എന്ന് നമുക്ക് കിട്ടും. അതായത് Mn+3 അയണിൻ്റെ 3d സബ്ഷെല്ലിൽ 4 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. Mn+3 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടുമ്പോൾ 2 ഇലക്ട്രോണുകൾ 4s സബ്ഷെല്ലിൽ നിന്നും 1 ഇലക്ട്രോൺ 3d സബ്ഷെല്ലിൽ നിന്നും നഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് Mn+3 എന്ന അയണിന് പെനൾട്ടിമേറ്റ് ഷെല്ലായ 3d സബ്ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ മാത്രം ഉണ്ടാവുന്നത്. അടുത്തതായി നമുക്ക് Mn2O7 എന്ന കോമ്പൗണ്ട് ശ്രദ്ധിക്കാം. ഈ കോമ്പൗണ്ടിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. മാംഗനീസിന് കാണിക്കാൻ കഴിയാവുന്നതിൽ ഏറ്റവും മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +7. +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാംഗനീസ് കാണിക്കുമ്പോൾ അതിൻ്റെ Mn+7 അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6 എന്നാണ്. അതായത് Mn+7 എന്ന അയണിൽ 3d സബ്ഷെല്ലിലും 4s സബ്ഷെല്ലിലും ഇലക്ട്രോണുകൾ ഒന്നുമില്ല. ആ 2 സബ്ഷെല്ലുകളും എംപ്റ്റി ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാംഗനീസ് എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ മെറ്റൽസ് വിവിധ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ വിവിധ കോമ്പൗണ്ടിൽ കാണിക്കുന്നു. ഇത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതായത് ഒരു എലമെൻറ്റിന് തന്നെ
വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാൻ കഴിയുന്നത്. ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അവ കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കുന്നു എന്നത്. നമ്മൾ കാണുന്ന കളറുള്ള പല സംയുക്തങ്ങളും ട്രാൻസിഷൻ മെറ്റലുകളുടെ സംയുക്തങ്ങളാണ്. ട്രാൻസിഷൻ മെറ്റലിൻ്റെ പ്രസൻസ് ആണ് ഈ സംയുക്തങ്ങൾക്ക് കളർ നൽകുന്നത്. നമുക്ക് പരിചയമുള്ള ലബോറട്ടറിയിൽ കാണുന്ന പല ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സും ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് നീല നിറമുള്ള ഒരു ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ടാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ട്രാൻസിഷൻ മെറ്റൽ കോപ്പറാണ്. കോപ്പറിൻ്റെ പ്രസൻസ് ആണ് കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളർ നൽകുന്നത്. അടുത്തത് നമുക്ക് കാണാം കൊബാൾട്ട് നൈട്രേറ്റ്. കൊബാൾട്ട് നൈട്രേറ്റിന് ഓറഞ്ച് നിറമാണുള്ളത്. കൊബാൾട്ട് നൈട്രേറ്റിന് ഈ ഓറഞ്ച് നിറം നൽകുന്നത് കൊബാൾട്ട് അയണിൻ്റെ പ്രസൻസ് ആണ്. കൊബാൾട്ട് അയൺ 3D സീരീസിൽ വരുന്ന ഒരു ട്രാൻസിഷൻ മെറ്റലാണ്. അടുത്തത് നമുക്ക് കാണാൻ സാധിക്കാം പൊട്ടാസ്യം ക്രോമേറ്റ് ആൻഡ് ക്രോമിക് ഓക്സൈഡ്. രണ്ടും ക്രോമിയം എന്ന് പറയുന്ന ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ പൊട്ടാസ്യം ക്രോമേറ്റ് യെല്ലോ കളറിലും ക്രോമിക് ഓക്സൈഡ് ഗ്രീൻ കളറിലുമാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് കളർ കിട്ടുന്നതിനുള്ള കാരണം ക്രോമിയത്തിൻ്റെ പ്രസൻസ് ആണ്. അടുത്തത് നമുക്ക് കാണാം ഫെറസ് സൾഫേറ്റ് ആൻഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഫെറസ് സൾഫേറ്റിന് ആ കളർ ലഭിക്കുന്നതിനുള്ള കാരണം അതിലടങ്ങിയിരിക്കുന്ന Fe എന്ന ട്രാൻസിഷൻ മെറ്റലാണ്. അയൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അതിന് കളർ ലഭിച്ചിരിക്കുന്നത്. അടുത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലാബിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ആ പർപ്പിൾ കളറിന് കാരണം മാംഗനീസ് ആണ്. മാംഗനീസ് അയണിൻ്റെ പ്രസൻസ് കാരണമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ആ കളർ കിട്ടുന്നത്. ഇതുപോലെ ട്രാൻസിഷൻ മെറ്റൽസിൽ കളറുള്ള വളരെയധികം കോമ്പൗണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കാണേണ്ടത് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ വിവിധ യൂസസ് ആണ്. ട്രാൻസിഷൻ മെറ്റൽസ് കളേർഡ് കോമ്പൗണ്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിവിധ ഗ്ലാസുകൾക്ക് കളർ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രാൻസിഷൻ മെറ്റൽസ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഓയിൽ പെയിൻറ്റിങ്ങിൽ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുക. ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് can also be used as catalyst because of their variable oxidation state. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്നത് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആയതുകൊണ്ട് തന്നെ ട്രാൻസിഷൻ മെറ്റൽസിന് വേഗം തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സവിശേഷതയാണ് അവയെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ് കാറ്റലിസ്റ്റ്? നമ്മൾ കാറ്റലിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആഡ് ചെയ്യുന്നത് ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Catalyst can be defined as chemical substance which can alter the rate of a chemical reaction. നമുക്ക് സാധാരണയായി കെമിക്കൽ റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകളെ പരിചയപ്പെടാം. കോണ്ടാക്ട് പ്രോസസ്സിൽ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനെയാണ് നമ്മൾ കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോസസ്സിൽ വനേഡിയം പെൻറ്റോക്സൈഡ് ഒരു കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നു. വനേഡിയം പെൻറ്റോക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന ട്രാൻസിഷൻ മെറ്റൽ വനേഡിയം ആണ്. അതുപോലെ തന്നെ ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസിൽ നിക്കലിനെ ഒരു കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നു. നിക്കൽ 3D സീരീസിൽ വരുന്ന ഒരു ട്രാൻസിഷൻ മെറ്റലാണ്. അതിനെയാണ് വെജിറ്റബിൾ ഓയിൽസിൻ്റെ ഹൈഡ്രോജനേഷനിൽ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവ രണ്ടുമല്ലാതെ വളരെയധികം ട്രാൻസിഷൻ മെറ്റൽ കാറ്റലിസ്റ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ പൊതുവായ യൂസസ്.